നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് വളരെ സംഭവബഹുലമായ ഒരു ദിവസമാണ് അല്ലേ? അതെ. ഒരുപാട് പിണറായിയുടെ പത്രസമ്മേളനം, നയപ്രഖ്യാപനം, സതീശന്റെ പത്രസമ്മേളനം തുടങ്ങിക്ക് നയപ്രഖ്യാപനം, ബിനീഷിന്റെ വിനോദിനിയുടെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. അപ്പോൾ നമുക്ക് നയപ്രഖ്യാപനം വളരെ ഞെട്ടിക്കുന്ന ഒരു നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനപ്രിയ പദ്ധതികളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 നിന്ന് 3000 രൂപ ആക്കിയിട്ടുണ്ട്. പ്രകടന പത്രിക പറഞ്ഞ കാര്യം അത് തന്നെ. അപ്പോ പിന്നെ അതിനപ്പം ഈ പറയുന്ന സൗജന്യ യാത്ര, പിന്നെ ഈ ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് 3 ദിവസത്തെ അവധി എന്നുള്ളത്. അതൊക്കെ പക്ഷെ പഠിത്തത്തെ ബാധിക്കത്തില്ലേ? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ്. പ്രായോഗികമാവത്തില്ല. അതെ, അതായത് 3 ദിവസം കുട്ടികൾക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് 3 ദിവസം പ്രത്യേക ക്ലാസ് എടുക്കുന്നതാണ്. ഇപ്പൊ ഒരു മാസം ഒരു ക്ലാസ്സിലെ ഓരോ പെൺകുട്ടിക്ക് ഓരോ സമയത്തല്ലേ ഇതുണ്ടാകുന്നത്. ഇതിനെ എല്ലാരെയും കൂടെ വെച്ച് ഒരു ക്ലാസ് എടുപ്പ് ഒരിക്കലും നടക്കത്തില്ല. തൊഴിലിടങ്ങളിൽ വേണമെങ്കിൽ കൊടുക്കാം. അതെ, അവർക്ക് അഡീഷണൽ ലീവ് കൊടുക്കണമെന്നേ ഉള്ളൂ. അതിപ്പം സ്വകാര്യ തൊഴിലിടങ്ങളിലുള്ള യുവതികൾക്ക് പ്രസവത്തിന് 6 മാസത്തെ അവധി ശമ്പളത്തോടു കൂടി അത് അനുവദിക്കാം. നമ്മളൊക്കെ നേരത്തെ അനുവദിച്ചു. അതെ, നിയമം അങ്ങനെ 3 ഉള്ളെന്ന് തോന്നുന്നു. നമ്മളൊക്കെ 6 കൊടുക്കുന്നു. 6 മാസത്തെ അത് അനുവദിക്കാവുന്നതാണ്. പിന്നെ അല്ല, ഇതെല്ലാം പ്രഖ്യാപനമാണ്. നടപ്പിലാവുമ്പോൾ നടപ്പിലായെന്ന് കരുതാം. അത്രയേ ഉള്ളൂ. ഈ 3000 ഒക്കെ എത്ര പെട്ടെന്ന് നടപ്പിലാവും? എങ്ങനെ, എവിടുന്ന വരുമാനമില്ല. പ്രഖ്യാപനം നടത്തി. അതിനകത്ത് ഒരു വിവാദം ഉണ്ടാക്കി എന്താന്ന് ചോദിച്ചാല് 2 വിവാദമുണ്ട്. ഒന്ന്, രവത ചന്ദ്രശേഖർ ഗവർണർക്കൊപ്പം വെല്ലിൽ കയറി. ഒരു വിവരമില്ലല്ലോ. ഒരു വിവരമുണ്ട്, ഇയാളൊക്കെ DGP ആയിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. എന്തെങ്കിലും പണിയുണ്ടോ പ്രത്യേകിച്ച്? അത് അങ്ങനെ സിവിൽ ഡ്രസ്സിൽ വലിഞ്ഞ് അതിനകത്ത് കയറി. അതൊന്നും. മറ്റേ വന്ദേമാതരം ഫുള്ള് ചൊല്ലാൻ സമ്മതിച്ചില്ല. അത് വായിക്കുകയായിരുന്നു ഗൂഗിളിൽ. അപ്പോൾ അത് പകുതിക്ക് വെച്ച് നിർത്തി. അതിനിപ്പം ഗവർണറുടെ വിശദീകരണം തേടിയിട്ടുണ്ട്. അത് നടക്കട്ടെ. നമുക്ക് ഇത് പ്രഖ്യാപനം മാത്രമായി ഇതിനെ കാണാൻ മതി എന്നാണ് ഞാൻ കരുതുന്നത്. നടപ്പിലാവുമ്പോൾ നമുക്ക് അത് നടപ്പിലാകുന്ന കാര്യമൊക്കെ കണക്കാണ്. ഇത് പിന്നെ പിണറായി വിജയന്റെ പ്രതികരണം എന്തായിരുന്നു? പിണറായി വിജയൻ പറയുന്നത് ഈ നയപ്രഖ്യാപനം നിരാശപ്പെടുത്തി എന്നാണ്. അപ്പൊ പിണറായി വിജയന്റെ ഈ നയപ്രഖ്യാപനത്തെക്കാട്ടി നമുക്ക് വേണ്ടത് മകളുടെ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പതിവ് പോലെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പുള്ളി സമ്മതിച്ചു, മകളുടെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചു. ആ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് പുള്ളി പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, 242 അക്കൗണ്ട് മകൾക്കുള്ളതായിട്ടൊരു പ്രചാരണം വന്നിട്ടുണ്ട്. അത് ശരിക്കും അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവർ ഇന്നലെ എന്താ പത്രക്കുറിപ്പ് ഏതാണ്ട് അതേ രീതിയിലാണ് തന്നിരിക്കുന്നത്. സാധാരണഗതിക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പതിവ് മിസ്റ്റേക്ക്, ചില കള്ളക്കഥകൾ അങ്ങ് പ്രചരിക്കുക. അപ്പൊ എന്നാ ഗുണമെന്ന് വെച്ചാൽ ഇതിനെ മാത്രം ഈ ന്യായീകരണ തൊഴിലാളികൾ എടുത്തിട്ട് ഹൈലൈറ്റ്. അതെ, അതാണ് 242 വീണയ്ക്കുണ്ടേ എന്ന തരത്തിൽ പലരും പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതെടുത്തു. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. 1 അല്ലെ 3 എനിക്ക് തോന്നുന്നു. ഒരെണ്ണമേ 3 പത്രവാർത്ത വേറെ ഒരെണ്ണമേ മരവിപ്പിച്ചിട്ടുള്ളൂ. അതിനകത്ത് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. ഇതേപോലെ തന്നെ മറ്റൊരു പ്രചരണമാണ് പിണറായിയുടെ വാടക വീട് 3 ലക്ഷം രൂപ വാടക. അതെല്ലാവരും അങ്ങ് വിശ്വസിച്ച് പ്രചരിപ്പിക്കുക തെറ്റാണ്. ഞാനത് അതിന്റെ വാടകയ്ക്ക്, പിണറായിയുടെ വീട് വാടകയ്ക്ക് കൊടുത്ത മുതലാളിയെ ഞാൻ വിളിച്ചു. എനിക്കിത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അയാൾ പറഞ്ഞു, ചേട്ടാ 30,000 രൂപയെ ഞങ്ങൾ വാടക മേടിക്കും. ഞാൻ ചോദിച്ചു, അത് കുറവാണല്ലോ. അല്ല, മുഖ്യമന്ത്രിയൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് കൊടുത്താന്ന് പറഞ്ഞു. അങ്ങനെ 50,000 കുട്ടികൾ, 50,000 വകുപ്പുണ്ട്, അവർ 30,000 മേടിക്കുന്നു. കാരണം അത് പിണറായി വിജയൻ ആയതുകൊണ്ട്. അത് 3 ലക്ഷം എന്ന് പറഞ്ഞ വ്യാജ പ്രചരണം. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട് എന്നത് ഈ കൂട്ടത്തിൽ നമ്മൾ ഉറപ്പിക്കും. അല്ലെ, പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വളരെ പ്ലസന്റ് ആയിരുന്നു അദ്ദേഹം. സാധാരണ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തെ പോലെ കടുംപിടുത്തമൊന്നുമില്ല. പുള്ളിയുടെ യഥാർത്ഥ ചിരി ചിരിച്ചു. യഥാർത്ഥ ചിരിയാണോ? യഥാർത്ഥ ചിരിയാണ് പുള്ളി ചിരിച്ചത്. മറ്റേ ചിരിക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചിരിക്കൊരു വേറൊരു പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി തീർന്നെന്ന് ഓർത്തിരിക്കുകയാണ്. അതെ. വെളിയിലിറങ്ങിയ നാട്ടുകാർ തെറി വിളിക്കും, പാർട്ടി കമ്മിറ്റി ചെന്ന പാർട്ടിക്കാർ തെറി വിളിക്കും. അങ്ങനെ ആകെ നാണം കെട്ടിരിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ വിവാദം ഉണ്ടായതും. അതിന്റെ ഒരു ചിരിയായിരിക്കും. ഇല്ല, നമ്മളിപ്പോ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് 3 ദിവസം മുമ്പ് നടന്നതാണ്. ഈ ബഹളത്തിനിടയിലായതുകൊണ്ട് മാറ്റി വെച്ചിരുന്നത്. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി ചേർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ചിട്ട് അവിടെ ശൈലജയെ മത്സരിച്ച് പ്രതിപക്ഷ നേതാവ്. ഇത് തലയോലപ്പുറം ഏരിയ കമ്മിറ്റിയും നേരത്തെ ആവശ്യപ്പെട്ടു. അപ്പം അതുപോലെ MV ഗോവിന്ദൻ കോമാളിയാണ്, അയാളെ എത്രയും പെട്ടെന്ന്. പിന്നെ വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നല്ല കാലം കഴിയുകയാണ്. ഈ റെയ്ഡും അതിനെ തുടർന്നുള്ള ആ കയറ്റം ഉണ്ടല്ലോ, അതിപ്പോ തീരാൻ പോവാ. ബാക്കി ഇപ്പം ഉടനെ ബാക്കി പ്രാദേശിക ലോക്കൽ കമ്മിറ്റിയിലേക്കും വിമർശനങ്ങൾ വരും. അതിന്റെ പുറകെ പിണറായി വിജയൻ അങ്ങ്. ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബിനീഷ് കോടിയേരെ തിരിച്ചെടുത്തു എന്നുള്ളത്. എത്ര നാളായിട്ട് പുറകെ നടക്കുക. ഞാൻ അതിന് ഒരു പോസ്റ്റ് കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു.
ബിനീഷ് കോടിയേരിയെ CPM-ലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് EDക്ക് അഭിവാദ്യം. ശ്രീനാദേവിയാണ് ആദ്യം പോസ്റ്റ് ഇടുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റ് രാവിലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം, നല്ല ഭംഗിയുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇത് സത്യത്തിൽ പിണറായി പണി മേടിച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ യവനെ ശല്യം ഉണ്ടാക്കേണ്ട. പക്ഷേ ആ ചോദ്യം പ്രധാനപ്പെട്ടതല്ലേ? അതായത് പിണറായിയുടെ മകൾ തട്ടിപ്പ് നടത്തിയതിന്റെ കേസ്, അതെ, ഇത് പാർട്ടിയെക്കെതിരെയുള്ള ആക്രമണമായി കരുതി ഇവരങ്ങ് ഏറ്റെടുക്കുന്നു, അക്രമം നടത്തുന്നു. പക്ഷേ കോടിയേരി പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ഇതുപോലൊരു കേസുണ്ട്. അപ്പം സത്യത്തിൽ എനിക്ക് പിണറായി വിജയനെ ഞാൻ ആകപ്പാടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ വിശ്വസിച്ച ഒരേ ഒരു സംഭവം ഈ കോടിയേരിയുടെ മകനെ തള്ളി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നേരെ അതിപ്പം പക വീട്ടാനായിട്ടാണെന്ന രീതിയിലേക്ക് തെളിയുക. അവനെ കുടുക്കിയതാണ്, അവനെ കുടുക്കിയത് ഈ ബെൽറ്റാണ് കുടുക്കിയത്. ഇപ്പൊ ഇത് ശരിക്കും എന്താണെന്നറിയോ, നമ്മുടെ സന്ദേശ സിനിമയില് മാമുക്കോയുടെ കഥാപാത്രമുണ്ട്, മണ്ഡലം പ്രസിഡന്റ്. അപ്പം പുള്ളി അണികളോട് പറയുന്നുണ്ട്, എനിക്ക് നേരെ എന്ത് ആക്രമണം വന്നാലും നിങ്ങൾ വട്ടം കൂടി നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം, അദ്ദേഹത്തിനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിന് ഒന്നും പറ്റാതെ നോക്കണം. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പക്ഷേ CPM-ന്റെ നേതാവ് മുൻ മുഖ്യമന്ത്രിയാണെന്നേ ഉള്ളൂ. എന്തായാലും അവരുടെ കുടുംബത്തിന് അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടാണല്ലോ വിനോദിനി കോടിയേരി വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടത്, മറ്റേ സ്റ്റാറ്റസ് ഇട്ടത്. അല്ല, ഇവര് രണ്ടുപേരും രണ്ട് രീതിയിലാണ് പണി കൊടുത്തോണ്ടിരിക്കുന്നത്. കോടിയേരി, ബിനീഷ് കോടിയേരി ഞാൻ പിണറായിക്കൊപ്പമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടെ നിന്ന് അവർക്ക് പണി കൊടുക്കുമ്പോൾ മറ്റവർ വ്യക്തമായിട്ട് പണി, അതായത് കർമ്മഫലം ഇച്ചിരി വൈകിയായാലും വഴി മാറിപ്പോകത്തില്ല, ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് ചേരും എന്നാണ് അവരുടെ പോസ്റ്റിന്റെ ഇത്. അവരെ ആൾക്കൂട്ടത്തിൽ തനിച്ചായി പോയി എന്നുള്ളതാണ് ആ പോസ്റ്റിന്റെ ഒരു അർത്ഥം, അവർ പറയുന്നതിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അത് VD സതീശന്റെ പത്രസമ്മേളനം. VD സതീശന്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ VD സതീശനെ ഈ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് മാധ്യമങ്ങൾ വട്ടവിട്ട് നടന്നിട്ട് 12ാമത്തെ പത്രസമ്മേളനത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു? പത്രസമ്മേളനത്തിൽ ഇപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളെ അറിയിക്കുക, നിങ്ങൾ ഈ കോലും കുത്തി എൻ്റെ പുറകെ നടക്കണ്ട, എൻ്റെ മൂക്കിന് കൊണ്ടിട്ട് ഇത് കൊണ്ട് ഇട്ട് ഇടിച്ചു. എൻ്റെ EDയുടേത് സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം മാത്രമാണ്, അതിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ഞങ്ങളെ പറഞ്ഞിട്ടാണോ ED കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു. പുള്ളി അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ടല്ലോ, ഈ കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള. അപ്പൊ എന്തിന് പത്രക്കാരെ ഭയപ്പെടുന്നു എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ മര്യാദ പത്രക്കാർ കാണിക്കണം. എവിടെ പോയാലും, അതെ, ഏത് മൂലയിൽ മുഖ്യമന്ത്രി എന്നതിൽ അദ്ദേഹം ഒരു ദിവസം നിരവധി പരിപാടി പങ്കെടുക്കാറുണ്ട്. എല്ലാം പുറകെ കൊണ്ടാണ്, എല്ലാം പുറകെ സ്വകാര്യ പരിപാടി, അത് ഒഴിവാക്കണം. അത് ഒന്ന് ബുധനാഴ്ച അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നുണ്ട്, പിണറായി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉണ്ട്. പിണറായി എവിടെ പോയാലും ഒരു പത്രക്കാരൻ ചെലതില്ലായിരുന്നു, എന്നാലും ആൾ മിണ്ടത്തില്ല, ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു പ്രശ്നം, ആഴ്ചയിൽ ദിവസത്തിൽ ഒരു തവണ മുഖ്യമന്ത്രിയെ കണ്ടോട്ടെ. അതെ, ഇത് എപ്പോഴും അയാൾ ഒരു 10 ചടങ്ങിൽ പോയി 10 ചടങ്ങിൽ അയാളെ പോയി. അല്ലാതെ ആദ്യത്തെ ദിവസം പുള്ളി പറഞ്ഞായിരുന്നു, നിങ്ങളിപ്പോൾ ഏറ്റവും 7ാമത്തെ തവണയാണ് എൻ്റെ പുറകെ വരുന്നത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പിന്നെ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ ആ വിഷയം പഠിച്ച് എനിക്കത് പറയാനുള്ള സാവകാശം നിങ്ങൾ തരണം, നിങ്ങൾ ഉടനെ വരുന്നുണ്ടെങ്കിൽ ഒന്നും എനിക്കത് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴത്തേക്ക് ഇതെന്താണ്, ഇത് എതിർ ഗ്യാങ് മാധ്യമങ്ങളെ പേടി, മൗനി ബാബ എന്നൊക്കെ പറഞ്ഞു ആരാ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, ഏറ്റവും നന്നായിട്ട് സംസാരിക്കും. അത് വളരെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കേണ്ടി വരും. കാരണം അതേസമയം എനിക്ക് ഈ EDയുടെ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രതികരിക്കേണ്ടതായിരുന്നു കേട്ടോ. അത് അന്ന് വേണേ പ്രതികരിക്കാമായിരുന്നു. അപ്പൊ പുള്ളി ഇതിന്റെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് പ്രതികരിക്കും. പക്ഷെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ ചെന്നാലും, ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്തെ പത്രക്കാര് ഇവിടെ നിന്ന് വിട്ട് കൊല്ലത്ത് ചെല്ലുമ്പോൾ കൊല്ലത്തെ പത്രക്കാർ, കോട്ടയം ചെല്ലുമ്പോൾ കോട്ടയത്തെ പത്രക്കാർ, അങ്ങനെ എല്ലാവരും പുറകെ നടന്നാൽ ഒരു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഒരുപാട് സമയം ലാഭിക്കേണ്ടതുണ്ട്. അതെ, അത് മാത്രമല്ല ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ്സൂടെ വേണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇറങ്ങി നിന്ന് എല്ലാത്തിനോടും പ്രതികരിക്കേണ്ട കാര്യം. ഇനി അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി പറയാം, നിങ്ങൾ വന്ന് അതാണ് നമ്മൾ മാധ്യമങ്ങൾ പാലിക്കേണ്ട മിനിമം ഒരു. ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഏത് ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയും. ഇന്നിപ്പോ അദ്ദേഹം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം. കാരണം ഇന്നിപ്പോ നിയമസഭാ സമ്മേളനത്തിൽ തിരക്ക്, അദ്ദേഹം ഓട്ടത്തിൽ അതിന്റെ തിരക്കെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നിങ്ങൾ ഇഷ്ടമുള്ള എല്ലാം ചോദിച്ചു. പക്ഷെ ഒറ്റ കാര്യമാണ്, എന്റെ മൂക്കിനിട്ട് കൂത്തരുതെന്ന് ഇതും കൊണ്ട് നടന്നിട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഇത്രയും ഓടിച്ചു പറഞ്ഞു പോകുന്ന നമുക്ക് സമയം കുറവായതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മാസപ്പടിയാണ്. മാസപ്പടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആണ് ആളുകൾ വാസ്തവത്തിൽ കേൾക്കാൻ വന്നിരിക്കുന്നവരെ മാസപ്പടി കേൾക്കാനാണ്. മാസപ്പടി വിഷയത്തിൽ വളരെ ഗൗരവമേറിയ വിഷയമാണ്. പലപ്പോഴും ആളുകൾക്ക് പിടിയില്ല. ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ളവർക്ക് ഇതെന്തോ ഭയങ്കര സംഭവമാണ്, ഇതിലെ GST അടിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. മാസപ്പടി വിഷയം വളരെ ലളിതമാണ്. ഇനി പലരും കഴിഞ്ഞ ദിവസം അബ്ജോദ് വർഗീസ് നമ്മുടെ ചായക്കടയുടെ കഥ പറഞ്ഞു. യഥാർത്ഥത്തിൽ അത്രയും സിമ്പിളായിട്ടുള്ളൊരു വിഷയമാണ്.
ഇവിടെ ഇതിനൊരു പശ്ചാത്തലം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ മാസപ്പടി വിഷയത്തിന് ഏതാണ്ട് 2001 മുതൽ ആരംഭിച്ചിരിക്കുന്ന കമ്പനിയാണ് ഇയാളുടെ ഈ CMR. 2001 മുതലാണ് 2008 മുതൽ ഇയാൾ ഡയറക്ടർ ബോർഡാണ്. 2001 മുതൽ എക്സാഷൻ തുടങ്ങുന്നുണ്ട്. അന്ന് മുതൽ, അതായത് ഈ പറയുന്ന എന്താ പറയുക, റൂട്ടൈൽ എക്സാഷൻ. പക്ഷെ അന്ന് മുതൽ ആന്റണി സർക്കാരോ അച്യുതാനന്ദ സർക്കാരോ ഇതിന് സഹകരിച്ചില്ല. പരിസ്ഥിതി മലിനീകരണം എതിർപ്പായിരുന്നു, നിയമ തടസ്സങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ആയിരുന്നു. ഇതിന് ആദ്യമായി ഇവർക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അന്ന് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നു. അന്ന് മുതലാണ് ആൾ കൃത്യമായി മാസപ്പടി കൊടുത്തു തുടങ്ങുന്നത്. 2011 മുതലുള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും അങ്ങനെയാണ്. അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയന് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തു. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവല്ല, പാർട്ടിയുടെ സ്വാധീനം. അങ്ങനെ സകലർക്കും, സകല മതസംഘടനകൾക്കും, സകല വെള്ളാപ്പള്ളിക്കുണ്ട്, എല്ലാവർക്കും ചോദിച്ചവർക്കെല്ലാം പൈസ കൊടുത്തു. നമ്മുടെ കയ്യിലുള്ള ഈ ലിസ്റ്റ്, അതെ, അതിലേക്ക് വരാം. പരിസ്ഥിതി പ്രവർത്തകർക്കുണ്ട്, സകലർക്കുമുണ്ട്. പക്ഷേ 2016 പിണറായി വിജയൻ വന്നതോടെ അത് വളരെ സുഗമമായി. കാരണം പിണറായി അദ്ദേഹത്തിന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ പിണറായി വളരെ സുഗമമായി കൂടുതൽ കാശ് പിണറായിക്ക് വരുന്നു. അങ്ങനെ 2019 വരെ ഈ മാസപ്പടി 2016 ഡിസംബറിലാണ് പിണറായി മാസപ്പടി വേണ്ടി തുടങ്ങിയത്, മകൾ മുഖേന. അതായത് 16 ഡിസംബറിൽ തുടങ്ങുന്നു, 17 മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇത് ഒരു പുതിയ തലത്തിലേക്ക് എത്തുന്നു. 2019 ഇതിന്റെ നാടക ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അതാണ് യഥാർത്ഥത്തിൽ 2019 കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയാണ് സ്വകാര്യ മേഖലയിൽ ഈ ഖനനം പാടില്ലെന്ന്. പക്ഷെ 4 വർഷം ശരിക്കും ഇത് ആ കേന്ദ്ര നിരോധനം നടപ്പിലാക്കാതെ കാശുണ്ടാക്കിയിട്ടാണ് മകളുടെ അക്കൗണ്ടിലേക്ക് ഈ 8 ലക്ഷം രൂപ വീതം ഒരു മാസം ഉണ്ടാക്കി. ഇതാണ് മാസപ്പടി. ഇതിന് ബാക്കി പറയുന്ന എല്ലാം തട്ടിപ്പാണ്. ഇനി ഞങ്ങൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പുറത്തുവിട്ടൊരു ലിസ്റ്റാണ്, അതിൽ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുകയാണ്. ഇത് 26 പേജുണ്ട്. ഇതിന്റെ പശ്ചാത്തലം കൂടി പറയാം. 700 പേജുള്ള ഡയറി അദ്ദേഹം എഴുതി വെച്ചിരുന്നു. ഡയറി എന്നല്ല, ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു മറ്റേ ലെഡ്ജറാണ്. ലെഡ്ജർ ഒരാൾ വരച്ചതാ, ഡയറിയാ. ഡയറിയിൽ വരച്ചെഴുതി വെക്കുന്നതാണ്. അങ്ങനെയാണ് അയാളുടെ ഒരു സെപ്പറേറ്റ് ഡയറി, 700 പേജ് ഡയറി. അപ്പൊ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു ഇതൊരു കുഴപ്പമാവുന്നു. ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വളരെ വിചിത്രം. ഞാനിത് വിശദമായി പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പം കൗതുകം ഉണർത്തുന്ന കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ കമ്പനി എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റിയാണ്, ഒരു ഐഡന്റിറ്റിയാണ്. ഈ കമ്പനിക്ക് ചെലവാക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കമ്പനിയുടെ ആവശ്യത്തിന് ചെലവാക്കാൻ പറ്റത്തുള്ളൂ, വ്യക്തികൾക്ക് പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു മാലയോ സാരിയോ മേടിച്ചു കൊടുത്താൽ കമ്പനിയിൽ നിന്ന് കാശെടുക്കാൻ പറ്റത്തില്ല. അല്ലെ കമ്പനിയുടെ പേര് മേടിക്കണം. കമ്പനിക്ക് മേടിക്കണമെങ്കിൽ സാരി കൊടുക്കണം, കമ്പനി കാര്യം എടുക്കണം, ഓപ്ഷൻ വേണം. ഇല്ല, കമ്പനിയുടെ പേര് വെറുതെ മേടിക്കാൻ പറ്റത്തില്ല. ഈ ഞാൻ പറഞ്ഞ ഇവര് പലപ്പോഴും ഈ കമ്പനി, എന്റെ കമ്പനിക്ക് സാരി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. എല്ലാ വനിതാ ജീവനക്കാർക്ക് സാരി കൊടുക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് വേണേ കൊടുക്കാം. അത് ഞാൻ കമ്പനിയുടെ റെസൊല്യൂഷൻ വേണം. അത് ഏത് ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനം, അത് ഒരാൾക്ക് കൊടുത്താൽ പോരാ. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഡയറക്ടർ ബോർഡ് എല്ലാ വനിതാ ജീവനക്കാർക്കും കൊടുക്കാം. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ് എളുപ്പമാണ്. അപ്പൊ ഇയാൾ എന്താ ചെയ്തോണ്ട്, അതുപോലെ തന്നെ കമ്പനി ഇതിന്റെ ഐഡന്റിറ്റിയാണ്. ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇയാൾ ഏതാണ്ട് 350 കോടി രൂപ പലപ്പോഴായി ഈ മാസപ്പടി കൊടുക്കുന്നു. ഈ മാസപ്പടി കൊടുക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? കമ്പനിയിൽ നിന്ന് കാശും എടുക്കും, അതെടുത്താൽ കൊടുക്കും. 50 ലക്ഷം രൂപ ഇന്ന് എടുക്കുന്നു. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? അന്ന് തന്നെ അക്കൗണ്ട്സ് ബുക്ക് ചേർക്കത്തില്ല. അക്കൗണ്ട്സ് ബുക്കിൽ ഇത് മിസ്ലേനിയസ് എക്സ്പെൻസ് എഴുതി വെക്കും. എന്നിട്ട് ഈ 50 ലക്ഷം രൂപ ഇയാൾ ഡയറി എഴുതി വെക്കും. ഇന്ന ദിവസം 50 ലക്ഷം രൂപ പിണറായി വിജയൻ, പിറ്റേ ദിവസം 1 കോടി രൂപ PK കുഞ്ഞാലിക്കുട്ടി. ഇവർക്ക് എളുപ്പമായി ഈ ഡയറിയും പിടിച്ചു. കമ്പനിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാം തന്നെ ഡയറിയിലുണ്ട്. ഇതാണ് യഥാർത്ഥ സംഭവിച്ചത്. ഇത് പിന്നെ ബാങ്ക് അക്കൗണ്ട് വഴി കൈക്കൂലി കൊടുത്ത ഏക മനുഷ്യൻ പുള്ളിയായിരിക്കും. അത് മറ്റേത് മാസപ്പടിയുടെ അല്ല, മറ്റേതുണ്ടല്ലോ, കാശായിട്ട് കൊടുത്തു. അത് അപ്പം ഈ പിണറായി വിജയൻ ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഇവരൊക്കെ കാശ് മേടിക്കുമ്പോൾ കരുതുന്നത് ഇത് കണക്കിലുള്ളതാണ്. പക്ഷെ ഇയാൾ ഡയറിയിൽ എഴുതി വെക്കുകയും അതേ തുക ഈ ബാങ്കിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തതോടെ തെളിവായി. അതാണ് ഒന്നാമത് സംഭവിച്ചത്. ഇനി ഇത് കൈപ്പറ്റാത്ത ആരുമില്ല. ഇതിനകത്ത് 2 സംശയം, അതായത് പന്ന്യൻ രവീന്ദ്രൻ, ഉമ്മൻചാണ്ടി, വി മുരളീധരൻ അല്ലെങ്കിൽ KS സുരേന്ദ്രൻ, ഇങ്ങനെ കുറച്ച് പേരുടെ പേര് പറയുന്നുണ്ട്. ഈ KS സുരേന്ദ്രനും RSS കുമ്മനം രാജശേഖരൻ, രാജശേഖരൻ എന്ന് പറയുന്നത്, ഇതൊക്കെ പറയുന്നവരുടെ ചെറിയ തുകയാണ്. 5000 രൂപ, 10000. എനിക്ക് തോന്നുന്നത് അത് ചെലവ് വായിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് BJP-ക്കാർ ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട്, സുരേന്ദ്രൻ വരുന്നു, അങ്ങനെ വല്ല. അപ്പൊ ഇയാൾക്ക് വേറൊരു നല്ല ഗുണം കൂടി ഉണ്ടായിരുന്നു.
വരുന്നവരെല്ലാം ഫോട്ടോ എടുത്ത് വെക്കും. പുള്ളിയുടെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ആർക്കും അറിയില്ല. ഈ വരുന്നവരും പോകുന്നവരും എല്ലാം ഫോട്ടോ പുള്ളി അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് പലതും പാർട്ടി ചെലവിന് വേണ്ടി തന്നെ മേടിച്ചതായിരിക്കും. പക്ഷെ അല്ലാതെ മേടിച്ച കാശുകൾ നമ്മളതിലെ പ്രധാനപ്പെട്ട ചില പേരുകൾ, അറിയപ്പെടുന്ന പേരുകൾ, അതിനകത്ത് വളരെ വിചിത്രമായ പല പേരുകളുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഇത് 26 പേജിന്റെ അകത്തുള്ളതാണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഇതിനകത്ത് ഇത് 2012 ഇതിനകത്ത് ഞാൻ ഈ കോമൺ ആയിട്ട് നോക്കിയപ്പോഴാണ് ഒരു മാസത്തെ ആണെന്ന് തോന്നുന്നു. UDF 15,27,500, LDF 14,90,000, BJP 1,21,000, IUML 20,000 രൂപയുള്ളൂ, SDPക്ക് 25,000, PDPക്ക് 15,000, അതേഴ്സ് 2,90,000. അല്ല, അത് ഒരു മാസം പാർട്ടികൾക്ക് നേരിട്ട് കൊടുത്ത കാശാണ്. അതായത് മറ്റേതെല്ലാം വ്യക്തികളുടേത്. ഇതിനകത്ത് പിന്നെ പറയുന്നത് ഒരു മിസ്റ്റർ ഒരു നജീബ് ഒരു 50,000 ഉണ്ട്, സി പിള്ള, മുപ്പത്തട മുസ്ലിം ജമാഅത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാനം രാജേന്ദ്രൻ, സാജു പോൾ MLA. ഇപ്പൊ എന്റെ ആദ്യത്തെ പേജ് കണ്ടോ, ഇത് കണ്ടോ, സാജു പോൾ MLA 1 ലക്ഷം ഉണ്ട്. പിന്നെ അപ്പുറം 1,32,798 ഉണ്ട്. ടോട്ടൽ എഴുതി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ കാനം രാജേന്ദ്രൻ ഇതിനകത്ത് 2 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കണ്ട വേറെ കാര്യം, MO ജോൺ 2 ലക്ഷം. ഈ MO ജോൺ എന്ന് പറയുന്ന ആളാണ് ആലുവ നഗരസഭ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവല്ലേ. കോൺഗ്രസിന്റെ MO ജോൺ ആയിരിക്കണം. ഏത് വർഷമാണെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും അയാൾ കൊടുത്തിട്ട് VS സലീം, ഹൈബി ഈഡൻ 5 ലക്ഷം, PCB ചെയർമാൻ 5 ലക്ഷം, PCB പൊല്യൂഷൻ കൺട്രോൾ ചെയർമാൻ. ഇത് പലതും വായിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇതിനകത്തുണ്ടല്ലോ ഹിന്ദു ഐക്യവേദി 50,000, PDP നജീബ് 25,000, അതുപോലെ ആലുവ പാലസ് 25,000, ക്രൈം, എനിക്ക് ക്രൈം എന്ന് പറയുന്ന ക്രൈം നന്ദകുമാർ ആയിരിക്കും, മിസ്റ്റർ ശ്രീകുമാർ KPMS, പുന്നല ശ്രീകുമാർ ആയിരിക്കണം, 2 ലക്ഷം രൂപ. പിന്നെ ആലുവ CI 50,000, ശ്രീകുമാർ മറ്റപ്പള്ളി 15,000. ഇതിന് അടുത്ത ഞാൻ വായിക്കാം. PV 25 ലക്ഷം, പിണറായി വിജയൻ. പ്രകാശ്, മിസ്റ്റർ പ്രകാശ് എന്ന് പറഞ്ഞ 46,000. ഞാനിത് ആദ്യം ഈ പ്രകാശ് കാരേട്ട എന്നായിരിക്കും ഓർത്തത്, പക്ഷെ അല്ല. അദ്ദേഹം ഇന്ന് എനിക്ക് ഒരാൾ വിളിച്ചു പറഞ്ഞു പ്രകാശ് കാരേട്ടല്ല, അവിടെ ഒരു എന്തോ ഒരു ക്ഷേത്രം അങ്ങനെ ബന്ധപ്പെട്ട പ്രകാശ് കാരേട്ടല്ല. എക്സ്പെൻസ് ത്രൂ KS സുരേഷ് കുമാർ, അങ്ങനെ പറഞ്ഞു. DYSP സലീം ഒരു 2 ലക്ഷം. ഒരു DYSP സലീമിന് 2 ലക്ഷം. രാജേന്ദ്ര ബാബു, മുരളീധരൻ BJP, നമ്മുടെ മുരളീധരനാണ്, 3 ലക്ഷം. വി മുരളീധരനാണ് ആയിരിക്കുമല്ലോ, മുരളീധരൻ BJP ആയിരിക്കണമല്ലോ. VC എന്തൊരു 1 ലക്ഷം ഉണ്ട്. A ദാസ്, KVT, ഈ പ്രകാശ് K എന്ന് പറയുന്ന ആള് ഞാൻ പറഞ്ഞില്ല, അവിടെ തിരുവനന്തപുരം ഒരു അമ്പലത്തിന്റെ ആള്. KN ഗോപിനാഥ്, VC വീണ്ടും VS അച്യുതാനന്ദൻ അല്ല, VC ആരാണോ, A ദാസ്, KVT, വീണ്ടും പ്രകാശ്, KN ഗോപിനാഥ്, പായിപ്പർ രാധാകൃഷ്ണൻ, അതൊക്കെ 15 ചെറിയ ചെലവാണ്. മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി, അല്ല ഇതാരാ, അല്ല ഇത് കൃഷ്ണൻകുട്ടി 50,000. CBS ഈ പ്രകാശിനാണ് ഒരുപാട് കിട്ടിയത്. അതിനുള്ള 1,17,06,000 ഈ ഒരു ലിസ്റ്റിലുള്ളത്. നിങ്ങളുടെ പറഞ്ഞേ. ഇതിനകത്ത് ഇപ്പൊ ഞാൻ നോക്കിയതിനകത്ത് ശ്രദ്ധേയമായിട്ട് കാണുന്ന ഒന്ന് സുനിൽ വടയാർ പ്ലസ് ഒരു BR കൊടുത്തു, IBR സുനിൽ വടയാർ 10 ലക്ഷം. ആ സുനിൽ വടയാറിന്റെ എല്ലാ മാസവും സുനിൽ വടയാറിന് 10 ലക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പൊ സുനിൽ വടയാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ സുനിൽ വടയാർ എന്നോട് പറഞ്ഞു അദ്ദേഹം മാതൃമലയാളം പറഞ്ഞൊരു പത്രം നടത്തുന്നു, അതിന്റെ എഡിറ്റർ. പക്ഷെ അത് തെറ്റാണ്. മാതൃമലയാളത്തിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടായിട്ട്, സെപ്പറേറ്റ് കണക്കുണ്ടായിട്ട്, സെപ്പറേറ്റ് ചെലവുണ്ട്. ആ ചെലവ് വേറെയുണ്ട്. അത് ഞാൻ ഇവരുടെ ഡോക്യുമെന്റ് കണ്ടു. അതായത് ഇവരുടെ മുഴുവൻ അക്കൗണ്ട്സ് കൊടുത്തല്ലോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പൊ മാതൃമലയാളത്തിന് സെപ്പറേറ്റ് അക്കൗണ്ട്, കമ്പനി വേറെയാണ്, കമ്പനിയുടെ വേറെ ചെലവാണ്. അപ്പൊ ഈ 10 ലക്ഷം രൂപ മാതൃമലയാളം നടത്താൻ വേണ്ടി കൊടുത്തു പറഞ്ഞത് തെറ്റാണ്. 10 ലക്ഷം രൂപ വെച്ച് പലതവണ സുനിൽ വടയാറിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചന്ദ്രശേഖരൻ INTUC 325, P രാജു 50,000, TP ഹസൻ 20,000, മനോരമ സ്റ്റാഫ് 1 ലക്ഷം. മനോരമ സ്റ്റാഫ് ആകട്ടോ, മനോരമയല്ല, മനോരമ സ്റ്റാഫ്. ഇന്നത്തെ എന്റെ ഇരിക്കുന്നതിനകത്ത് ആനന്ദണ്ണൻ 1.5 ലക്ഷം. മറ്റേ പ്രകാശിന് ഇരിക്കുന്ന അവരുടെ എന്തുണ്ട്. പിന്നെ ബെന്നി പോസ്, കായംകുളം പ്രദീപ്, കളത്തിൽ വിജയൻ, കായംകുളം പ്രദീപ് 1.5, കളത്തിൽ വിജയൻ 5,000 ഉള്ളു, പാവം. എക്സ്പെൻസ് ഓഫ് സുരേന്ദ്രൻ, ഏത് സുരേന്ദ്രൻ നമുക്ക് അറിയത്തില്ല. ശർമ്മ സാർ കോമ്രേഡ് ആയിരിക്കും 2,000. S ശർമ്മയാണെന്ന് അറിയില്ല. മോഹനൻ എയർപോർട്ട് 10,000. പ്രകാശ് കേക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ചെറിയ പൈസയാണ്. ഒരു സക്കീറിന് ചെറിയ പൈസ ഉണ്ട്. എക്സ്പെൻസ് സുരേന്ദ്രൻ, എക്സ്പെൻസ് ശർമ്മ സാർ വീണ്ടും ഒരു 2 ലക്ഷം. മോഹനൻ എയർപോർട്ട്, ഇതെല്ലാം വീണ്ടും പറഞ്ഞത്. ശ്രീകുമാർ, N ഗോപിനാഥ്, VV പ്രകാശൻ, NK മോഹൻദാസ്, അനിയൻ
തിരുമേനി, അനിയൻ തിരുമേനി, ഉണ്ണി തിരുമേനി എന്നൊക്കെ ഇതിനകത്തും കാണും. അടുത്തത് ഈ പ്രകാശ് ഒരുപാട് ചന്ദ്രൻ പിള്ള അവിടുത്തെ 2 ലക്ഷം. അനിയൻ തിരുമേനിക്ക് വീണ്ടും ഉണ്ട് 1,90,000. ശ്രീകുമാരൻ, കെ എൻ ഗോപിനാഥ്, വി വി പ്രകാശൻ, എൻ കെ മോഹൻദാസ്, പ്രകാശ്, ഇതെല്ലാമാണ് ചെറിയ പൈസകളത്. ഇവിടെയാണ് മെയിൻ സാധനം പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി 20 ലക്ഷം, ഇബ്രാഹിം കുഞ്ഞ് 15 ലക്ഷം, തങ്ങൾ 10 ലക്ഷം, ചെന്നിത്തല 10 ലക്ഷം, വി ഡി സതീശൻ 5 ലക്ഷം, ഹൈബി ഈഡൻ 2 ലക്ഷം, ബെന്നി 3 ലക്ഷം, ബെന്നി ബെഹനാൻ എന്നായിരുന്നു, എം പി വീരേന്ദ്രകുമാർ 10 ലക്ഷം, ഉമ്മൻചാണ്ടി 10 ലക്ഷം, കെ മുരളീധരൻ 2 ലക്ഷം, കെ ബി ഗണേഷ് കുമാർ 2 ലക്ഷം, തമ്പാനൂർ രവി എന്ന് എഴുതിയിട്ട് വെട്ടി പാലോട് രവി ആക്കിയിട്ടുണ്ട് 1 ലക്ഷം, ടി എൻ ജേക്കബ് 1 ലക്ഷം, ജി സുധാകരൻ 1 ലക്ഷം, അൻവർ സാദത്ത് 2 ലക്ഷം, ജോണി നെല്ലൂർ 1 ലക്ഷം, കെ ആർ ഗൗരിയമ്മ 2 ലക്ഷം, ഷിബു ബേബി ജോൺ 5 ലക്ഷം. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഉണ്ട്. അപ്പൊ മന്ത്രിമാരിൽ കുരുക്കളിൽ ഇതിനകത്ത് ഷിബു ജോൺ മന്ത്രിയാണ്, അൻവർ സാദത്ത് MLA ആണ്, ജി സുധാകരൻ MLA ആണ്, പാലോട് രവിയല്ല, കെ ബി ഗണേഷ് കുമാർ തോറ്റുപോയി, കെ മുരളീധരൻ മന്ത്രിയാണ്, എം പി വീരേന്ദ്രകുമാർ ഉമ്മൻചാണ്ടി മരിച്ചുപോയി, ഹൈബിയുടെ MP ആണ്, ബെന്നി ബെഹനാൻ MP ആണ്, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്, ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്, തങ്ങൾ നിർത്തോണ്ടിരിക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന് മരിച്ചു, കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാണ്. ചുരുക്കി പറഞ്ഞ എല്ലാ അണ്ണന്മാരും ഉണ്ട്, എല്ലാം ചെറിയ കേസ്. ഇത് എങ്ങനെയാണത്? ഇനി വീണ്ടും പിണറായി എന്ന് തന്നെ എഴുതിയിട്ട് 15 ലക്ഷം എഴുതിയിട്ടുണ്ട്, 10 ലക്ഷം എഴുതിയിട്ടുണ്ട്, 25 ലക്ഷം. നേരത്തെ PV ആയിരുന്നു, ഇതിനകത്ത് 15 ലക്ഷം 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദന് 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്, പുണ്യാളനല്ല. അപ്പൊ വി എസ് അച്യുതാനന്ദൻ 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. എസ് ശർമ്മയ്ക്ക് 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, എളമരത്തിന് 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, പന്യന് 2 ലക്ഷം. അതെനിക്ക് പിടികിട്ടത്. പന്യൻ അങ്ങനെ ഒരു നിസ്വാർത്ഥന മനുഷ്യൻ, പാർട്ടിക്ക് മേടിച്ചു ഇലക്ഷൻ മേടിച്ചായിരിക്കും. CK ചന്ദ്രപ്പന് 10 ലക്ഷം, ഓർക്കണേ, ഇലക്ഷൻ മേടിച്ചായിരിക്കും. കെ ചന്ദ്രൻ പിള്ള 3 ലക്ഷം, യൂനസ് 1 ലക്ഷം, സലീം 10,000, ഗോപി എസ് കൊല്ലം, ഗോവിന്ദൻ മാസ്റ്റർ 5 ലക്ഷം, പി രാജീവ് 3 ലക്ഷം. നിങ്ങൾ നോക്കിയ വേറെ ഇതിനകത്ത് ഇപ്പൊ എന്താ കണക്ക് തിരിച്ചിരിക്കുന്ന കോൺഗ്രസ്, BJP, LDF അങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു മുത്തലീബ് 1 ലക്ഷം, രാജശേഖരൻ കുമ്മനം 5,000, മിസ്റ്റർ രാജശേഖരൻ BJP ഉള്ളൂ. 5,000 രൂപയൊന്നും കുമ്മനം മേടിക്കത്തില്ല, എന്തെങ്കിലും ചെലവ് കൊടുത്തായിരിക്കും. അതെ. അതുപോലെ മിസ്സസ് ഉഷ ശശിധരൻ LDF 10,000, മിസ്റ്റർ ബഷീർ അറക്കൽ 25,000, മിസ്സസ് സരള 5,000, സലിം 1 ലക്ഷം, MO ജോൺ 1 ലക്ഷം, VP ജോർജ്, MO ജോൺ ഒരുപാട് മേടിച്ചിട്ടുണ്ട്, ബാബു ജോസഫ് BJP 50,000, ഐഷ BV 1000, അതെന്തോ എനിക്കൊന്ന് 10,000 രൂപയാണ്. പിന്നെ സുരേഷ് സാർ തോട്ടത്തിൽ 5 ലക്ഷം, സാദിക്കുഞ്ഞ് 1 ലക്ഷം, ശിവരാമൻ LDF ആണ്, പ്ലസ് KN രാജീവ് 20,000, ശർമ്മ S 1 ലക്ഷം, TK മോഹനൻ ആൻഡ് VM ശശി LDF-കാരാണ് 1 ലക്ഷം, ലിസി ജോർജ് UDF 50,000, KC പ്രഭാകരൻ 10,000. അങ്ങനെ വന്നിട്ട് MD ഇതിനകത്ത് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ പൊളിറ്റീഷ്യൻ ടെമ്പിൾ അതേസൊക്കെ പറഞ്ഞ സാധനമുണ്ട്. എന്തോ ഒരു ശ്രീകുമാർ, അത് ചെറിയ പൈസ, അത് പോട്ടെ. കൃഷ്ണൻകുട്ടി ചെറിയ പൈസയാണ്. AC ജോസിന്റെ പേരാണ്. AC ജോസ് പഴയ സ്പീക്കറൊക്കെ. ഇതിന്റെ CPM MD എന്ന് പറഞ്ഞ് 25 ലക്ഷം വെച്ചിട്ടുണ്ട്. 1,61,61,000 ഒരു ആ മാസത്തേത്. പിന്നെ 20,69,000 ടെമ്പിളിന്. ഇതിനകത്തും PV ഉണ്ട് കേട്ടോ, PV ഇതിനകത്തുണ്ട്. AJ റായ്. ഈ VC ആരാന്നറിയില്ല, VCക്ക് 5 ലക്ഷം പിന്നെയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പല MO ജോൺ പിന്നെയും കൊടുത്തിട്ടുണ്ട്. OC 50 ലക്ഷം കാണുന്നുണ്ട്. BJ പൗലോസ് 2 ലക്ഷം, TH മുസ്തഫ 2 ലക്ഷം. ഇതിനകത്ത് വേണുഗോപാൽ N കോൺഗ്രസ് നേതാവാണ്. വെള്ളാപ്പള്ളിയുടെ പേരുണ്ട് കേട്ടോ. K കുഞ്ഞാലിക്കുട്ടി വെള്ളാപ്പള്ളി ഉണ്ട്. വെള്ളാപ്പള്ളിക്ക് 5 ലക്ഷം. PH കുര്യൻ 10 ലക്ഷം. PH കുര്യൻ IAS കാരനാ. അതെ, പലതവണ PH കുര്യനെ കാണിക്കുന്നുണ്ട്. ശർമ്മ, വേണുഗോപാലൻ, കുഞ്ഞാലിക്കുട്ടി 5 ലക്ഷം. AG 25 ലക്ഷം. AG എന്ന് പറയുന്നത് മറ്റേ ഇയാളാണ്, എന്താണ് കേസിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത ആയിരിക്കണം. MD ലത്തീഫ് 10 ലക്ഷം. PCB ഇതിനകത്ത് വീണ്ടും പറയുന്നുണ്ട്. ഗോപി കോട്ടമുറിയാന്ന് തോന്നുന്നു, 1 ലക്ഷം. VC 5 ലക്ഷം. MO ജോൺ 1 ലക്ഷം. OC ഇതിനകത്ത് വീണ്ടും 3, 2, 5 50 ലക്ഷം. VD പൗലോസ്
TH മുസ്തഫ 2 ലക്ഷം. വീണ്ടും ഉണ്ട് കെ കുഞ്ഞാലിക്കുട്ടി 50 ലക്ഷം. കെ കുട്ടി എന്നുള്ളത് കെ കുട്ടി 5 ലക്ഷം. MD സാജു പോൾ MLA 1 ലക്ഷം. MD റിട്ടേൺ. വിഷ്ണു ടെമ്പിൾ MO ജോൺ 2 ലക്ഷം. വി സലീം ഹൈബീഡൻ 5 ലക്ഷം. PCB ചെയർമാൻ 5 ലക്ഷം. PCB ചെയർമാൻ നേരിട്ട് കൊടുത്തു. എന്താ ചെയ്യുന്നത്? VC എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെയും കൊടുത്തിട്ടുണ്ട്. സുനിൽ വടയാർ 10 ലക്ഷം. സുനിൽ വടയാറാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. കേരള കൗമുദി പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ എന്തായാലും ലിസ്റ്റ് പൂർണ്ണമായിട്ടില്ല. എന്താണെങ്കിലും ഇതിനകത്ത് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്ന പേജുകളുമുണ്ട്. 1,61,69,000 ആണ്. പിന്നെ ഇതിനകത്ത് അൻവർ സാദത്ത് കെ കുട്ടി വെള്ളാപ്പള്ളി 5 ലക്ഷം. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി എടുത്തിരിക്കുക. VJ പൗലോസ് കോൺഗ്രസിന്റെ നേതാവ് VJ പൗലോസ്. VC ആരാണെന്ന് ഒരു പിടിയും ഒരുപാട് കാശുണ്ട്, ഒരുപാട് എടുത്ത് പോയിട്ടുണ്ട്. അത് ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മ വരുന്നില്ല. TH മുസ്തഫയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കിട്ടിയ 26 പേജിലെ കണക്കാണ് കാണുന്നത്. അതിനകത്ത് തന്നെ ഇവർ കോടികൾ വാങ്ങിയിട്ടുണ്ട്. ഈ പേജ് ഈ പേജ് കൃത്യമാണോ എന്ന് ഞാൻ പരിശോധിച്ചിരുന്നു. ഇതാ അവരുടെ ഈ റിപ്പോർട്ടിന്റെ അകത്തുണ്ട്. പക്ഷേ ബാക്കി പേജുകൾ വച്ചിട്ടില്ല. ഇവരാണ് ഉദാഹരണം വെച്ചിരിക്കുന്നതാണ്. ഏതാണ്ട് 700 പേജിലെ പലതും ഇനിയും വെക്കാനുണ്ട്. ഇതിനകത്ത് ഈ പ്രമുഖരുടെ പേര് മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതാണ് പ്രമുഖരെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനകത്ത് PV ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞൊക്കെ പച്ചക്കള്ളമാണ്. പിണറായി തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ PV പിണറായി വിജയൻ തന്നെ. പിന്നെ അത് ആകെ ആനുകൂല്യം കിട്ടുന്നത് ചില ആളുകൾ ഈ പാർട്ടി ചെലവിന് വേണ്ടി പാർട്ടി പ്രവർത്തനത്തിന് മേടിച്ചിട്ടുണ്ട്. പേഴ്സണൽ ആയിരിക്കത്തില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ മേടിച്ചിരിക്കുന്നത് പാർട്ടി ചെലവിന് വേണ്ടിയായിരിക്കും. CPI-ക്കാരും അങ്ങനെ. പക്ഷെ പിണറായി വിജയൻ മേടിച്ചിരിക്കുന്നു പാർട്ടിക്ക്. അത് CPM എന്ന് തന്നെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ മനോരമ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ ആയിരിക്കും. അവർ എന്ന് വിരട്ടും ഞാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ വേറെ കാര്യമുണ്ട്, അവിടെ വിരട്ടേണ്ട കാര്യമില്ല. പുള്ളിയോട് എന്ന് ചോദിച്ചാൽ പുള്ളി അപ്പൊ പൈസ ആർക്ക് കാശ് കൊടുക്കും. അത് ആര് എന്ന് ചോദിച്ചാൽ എത്ര പരിസ്ഥിതി പ്രവർത്തകർ കാശ് മേടിക്കും. അത് എല്ലായിടത്തും മേടിക്കുമല്ലോ. എത്ര പേരുണ്ട് പിന്നിലൂടെ പോയി മേടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ ചിലർക്ക് ഇത് ഉപജീവനമല്ലേ പരിസ്ഥിതി എന്ന് പറയും. എന്തിനേറെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്തുള്ള ഒരു കാര്യം. ഞാൻ ഈ BB ഗോപാലകൃഷ്ണന്റെ ഇന്റർവ്യൂ നമ്മൾ എടുക്കുക. ചാത്തന്നൂർ ഗോപകുമാർ ചാത്തന്നൂർ MLA BB ഗോപകുമാർ ഇന്റർവ്യൂ വന്നപ്പം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് കൊല്ലം ചാത്തന്നൂർ ഭാഗത്ത് റിപ്പോർട്ടർമാരുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞില്ല, കൊല്ലത്തില്ല. കൊല്ലത്ത് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, ഒരു ശ്യാം. നമ്മൾ ഇപ്പോഴും നമുക്ക് ശ്യാമിന് എനിക്കറിയാം. ശ്യാമല്ല മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് മറുനാടൻ മലയാളിയുടെ പ്രതിനിധി പറഞ്ഞ് അവിടെ ചെന്നിട്ട് 5 ലക്ഷം രൂപ ചോദിച്ചെന്ന്. അദ്ദേഹം കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞ് എനിക്ക് 5 ലക്ഷം രൂപ ഉള്ള പബ്ലിസിറ്റി വേണ്ട, അല്ലാതെ മതി. അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. ഞങ്ങൾ നമ്മളങ്ങനെ മേടിക്കത്തില്ല. ആലോചിച്ച് നോക്കി എവിടെല്ലാം ആളുകൾ നമ്മുടെ പേര് കാശ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കേൾക്കുന്നവരുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മേടിക്കുന്ന ഓൺലൈൻ കാരണം ഞങ്ങൾ ഒരിക്കലും കാശ് ആരോടും മേടിക്കത്തില്ല. പ്രതിഫലം കൈപ്പറ്റും. ഇവിടെ വരുന്ന ചില പ്രമുഖന്മാരൊക്കെ ഞങ്ങൾക്ക് പ്രതിഫലം തരാൻ ശ്രമിക്കും. അഭിമുഖം കഴിയുമ്പോൾ പ്രതിഫലം ചോദിക്കും. ഞങ്ങൾ മേടിക്കത്തില്ല, ഒരിക്കലും ഞങ്ങൾ പ്രതിഫലം വാങ്ങത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും മറുനാടിന്റെ പേര് പറഞ്ഞ് ആരോടെങ്കിലും പണം ചോദിച്ചാൽ തട്ടിപ്പുകാരൻ തിരിച്ചറിയാം. വിവരം അറിയിക്കുക. എന്താണ് ഇയാളുടെ നമ്പർ സഹിതം വാങ്ങിച്ച് അങ്ങനെ അറിയിക്കുന്ന നമ്പർ ഞങ്ങൾ അറിയിക്കുക. കാരണം ഞങ്ങൾ ഒരു കാലത്തും ഞങ്ങൾ 1 രൂപ ആരോടും മേടിക്കത്തില്ല. അത് ഞങ്ങളുടെ പോളിസിയാണ്. ആരെങ്കിലും മറുനാടിന് വേണ്ടി കാശ് വെച്ചിട്ട് തട്ടിപ്പുകാരൻ തിരിച്ചറിയുക, അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ബാക്കി നടപടികൾ നോക്കിക്കോളാം. അത് കാരണം ഇത്തരം ഒരു ഡയറി കുറിപ്പിൽ ഞങ്ങളുടെ പേര് വരാത്തത് നമ്മൾ ആരോടും ഞങ്ങൾ കാശ് മേടിക്കാത്തത് കൊണ്ടാണ്. എന്തായാലും വളരെ വിചിത്രമായ ഒരു ലോകമാണിത്. പണമാണ് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പണമുള്ളവൻ. അതിൽ ഈ കരിമണൽ കർത്തയോടുള്ള എൻ്റെ ഏറ്റവും വലിയ കലിപ്പ് എന്നാണെന്നറിയോ? ഇയാൾ ഈ സിന്തറ്റിക് റൂട്ടായിൽ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളുണ്ട്. ഈ രാസവസ്തുക്കൾ ഭയങ്കര അപകടകാരിയാണ്. തിരിച്ച് കടലിലേക്ക് ഒഴുക്കുക. അത് കടലിലേക്ക് ഒഴുക്കുന്ന സമയത്തൊക്കെയാണ് സമരവും ബഹളമൊക്കെ ഉണ്ടായിട്ട് കാശ് മേടിച്ചത്. അയാൾ ഒരു പണി കണ്ടുപിടിച്ചു. ഇയാൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ചേർന്ന് ഇത് പൊല്യൂഷൻ കൺട്രോളിലോട്ട് ഒരു ഗവേഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇത് പമ്പയാർ ശുദ്ധീകരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് പമ്പ ശുദ്ധീകരണ പദ്ധതി ഇത് പമ്പയെ കൊണ്ടിട്ടു. അതായത് അവിടുത്തെ മീനെല്ലാം ചത്ത് പ്രശ്നമായി കഴിഞ്ഞപ്പം പത്രങ്ങളാരും എഴുതത്തില്ലല്ലോ, പൊല്യൂഷൻ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്ത് ഹിന്ദു ദിനപത്രത്തിൽ ഇതേക്കുറിച്ച് വാർത്ത വന്നു. ഉടനെ പരിസ്ഥിതി പ്രവർത്തകർ ബഹളം വെച്ചു. അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയ ഇത് മാരക വിഷമാണെന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യരുടെ കുടിവെള്ളത്തിൽ കൊണ്ടുപോയി വിഷം കലർത്തി കെമിക്കൽ ഇട്ടാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. ഇതിന്റെ ഉപോൽപ്പന്നം ഇൽമനൈറ്റും ഒക്കെ ആണെന്ന് അതിനകത്ത് കണ്ടത്. നമ്മുടെ
CMR എന്തായാലും ഭയാനകമായ ഒരു അല്ല അവസ്ഥ. വേറൊരു കാര്യം കൊണ്ട് ഇപ്പൊ വീണ്ടും പോയി പുള്ളി കോടതിയിൽ പോയി, അത് നമ്മൾ പറയാൻ വിട്ടു. ഹൈക്കോടതി പോയിരിക്കുകയാണ്. അത് ശരിക്കും അയാൾക്ക് രക്ഷപ്പെടുന്നതിനേക്കാൾ ഉപരി വീണ രക്ഷപ്പെടുന്ന അതിനുവേണ്ടി വക്കീലമാരെ സുപ്രീം കോടതിയിൽ നിന്ന് കോടികൾ മുടക്കി ഇറക്കി. അതെ, വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ട കോടികൾ മുടക്കി. അത് നമ്മൾ ഇന്നലെ പരാമർശിക്കാൻ വിട്ടുപോയ 1.25 കോടി രൂപയാണ് വീണ വിജയന്റെ ഈ കേസ് ഇപ്പം ഇഡിയുടെ KSIDC മുടക്കി. KSIDCക്ക് 13% ഷെയർ ഇതിനകത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഇത് സർക്കാരിന്റെ പങ്കാളിത്തത്തിന്റെ പേര് പറഞ്ഞ് KSIDCയുടെ പേര് പറഞ്ഞ് 1.25 കോടി രൂപയാണ് ചെലവാക്കിയത്. ആരുടെ പൈസ? നമ്മുടെ പൈസ. ഇപ്പോഴിതാ ഈ കേസിന്റെ അപ്പീലിന് വേണ്ടി വലിയ വക്കീൽമാരെയാണ് CMRL ഇറക്കിയിരിക്കുന്നത്. ഈ CMRL എന്ന് പറഞ്ഞ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല. അവിടെ ഇപ്പോൾ ഇയാൾ ഇറങ്ങുന്നില്ല, പിന്നെ പിണറായി വിജയനോ മകളോ അതിന് കേസിന് പോകുന്നില്ല. പോകാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ്, എന്ത് പിന്നെ അന്വേഷണം വന്നാൽ ഞങ്ങൾ നേരിട്ടോളാം ഇവർക്ക് പറയാം. പക്ഷേ അവിടെ വേറൊരാൾ പോകുന്നുണ്ട്. എന്തായാലും മാസപ്പടി കേസ് ഇങ്ങനെ ആഘോഷത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഈ പല വിവരങ്ങളും പ്രേക്ഷകർക്ക് മറുനാടനോടെ അല്ലാതെ അറിയാൻ കഴിയില്ല. ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയുണ്ട്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.